കെ എൻ എ ഖാദറിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഒരു 6-7 മിനിറ്റ് പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ആ വോയിസിൽ എവിടെയും ഞാൻ കെ.എൻ.എ ഖാദറാണ് എന്ന് പറയുന്നില്ല, കെ.എൻ.എ ഖാദറാണെന്നൊന്നും അതിൽ പറയുന്നില്ല. പക്ഷേ ശബ്ദത്തുമ്മേ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, പ്രചരിപ്പിച്ചിട്ടുള്ളത്. കെ.എൻ.എ ഖാദറിൻ്റെ ശബ്ദത്തിൻ്റെ മാതിരിക്കത്തൊരു ശബ്ദമാണ് അയാൾക്കുള്ളത്. അയാളാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ശരിക്കും അയാൾ പറയുന്നുണ്ട്, അയാൾ കെ.എൻ.എ ഖാദർ പരാതി കൊടുത്തപ്പോൾ അയാളെ പിടിച്ചു കൊടുന്നുകൊണ്ട് എന്ത് ചെയ്തു, അയാൾ പറഞ്ഞു ഞാൻ അതിൽ കെ.എൻ.എ ഖാദറോ അല്ലെങ്കിൽ പിന്നെ എന്നെ ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ അഭിപ്രായം പറഞ്ഞു. അയാളുടെ അഭിപ്രായം പറഞ്ഞതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ അയാളെ പിടിച്ചതാക്കാൻ പറ്റില്ലല്ലോ, ശബ്ദം ഒരുപോലെയാണെന്ന് വെച്ചിട്ട്. ഏതായാലും കെ.എൻ.എ ഖാദറുമായിക്കൊണ്ട് ആ ശബ്ദവുമായിക്കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ തന്നെ കെ.എൻ.എ ഖാദറുമായിക്കൊണ്ട് നേരെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കെ.എൻ.എ ഖാദർ പറയുകയും ചെയ്തു, ഞാൻ യാതൊരു ബന്ധമില്ല ഇതിലെന്നുള്ളത്. മുൻ എം.എൽ.എയും മുസ്ലിം ലീഗ് നേതാവുമായ കെ.എൻ.എ ഖാദറിനെതിരെ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച കേസിൽ ശബ്ദത്തിന്റെ യഥാർത്ഥ ഉടമ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി വെളിയംവേലിൽ കുഞ്ഞിമുഹമ്മദാണ് ശബ്ദം തന്റേതാണെന്നും വ്യാജ പ്രചാരണവുമായി ബന്ധമില്ലെന്നും മൊഴി നൽകിയത്. ഞാൻ എൻ്റെ അഭിപ്രായം ഒരു വീഡിയോ ക്ലിപ്പായിട്ട് ചെയ്ത് അവർക്ക് അയച്ചു, ഒരാൾക്കല്ല പലർക്കും അയച്ചു കൊടുത്തു. അതാണ് സംഭവം ഉണ്ടായത്. ഈ വോയിസ് ക്ലിപ്പിൽ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, അതിനൊരു സംശയവും ഇല്ല, തർക്കവും ഇല്ല. കെ.എൻ.എ ഖാദർ സാഹിബായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു വ്യാജ സന്ദേശം വാട്സപ്പ് വഴി അതുപോലെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അത് എന്റെ ശബ്ദമല്ല എന്ന് എന്നെ നേരിയ പരിചയമുള്ള, എന്റെ ശബ്ദം ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കുഞ്ഞു മുഹമ്മദിന് ദുരുദ്ദേശമില്ലെങ്കിൽ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിച്ചവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കെ.എൻ.എ ഖാദർ ആവശ്യപ്പെട്ടു. സംഗതി ഇതൊരുപാട് പഴക്കണ്ട്. പക്ഷേ ഓരോ ഇലക്ഷനുകളും ഇതും വരുമ്പോൾ പുറത്തു വിടുകയാണ് ഓരോരുത്തർ. എന്താ ചെയ്യുക?